ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 47. അപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ പരിപാടികൾ വീട്ടിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ 5 മണിക്ക് പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കോൾ ചെയ്തിട്ട് എന്തായാലും ഇങ്ങനെ കോൾ ചെയ്തവർക്കൊക്കെ വളരെ വളരെ നന്ദി ഞാൻ പറയുന്നു. കാരണം ഇല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് നീക്കില്ല. അടി നടക്കുന്നേന്ന് പറഞ്ഞിട്ട് മുള്ളംകൊല്ലി മറ്റേ വേലായുധന് ഇവിടുന്ന് ഒരു അടി മണക്കണമെന്ന് പറഞ്ഞ പോലെയാണ് വിളി വന്നപ്പോൾ ഞാൻ നീച്ചത്. അതുകൊണ്ട് അതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ രാവിലെ തന്നെ ബിഗ് ബോസ് ഇത് അടി ഉണ്ടാക്കാൻ വേണ്ടി നീപ്പിച്ച് വിട്ടതാണോ എന്ന് അറിയാൻ പാടില്ല. അതിനകത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഓൾറെഡി ഈ ടാസ്ക് ചെയ്ത് ചത്തിരിക്കുക കൂട്ടത്തിൽ ഈ ഒരു ഇടയിൽ പെട്ടെന്ന് രാവിലെ ഈ പുലർച്ചെ നീപ്പിച്ച് വിട്ടപ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് പൊട്ടിത്തുടങ്ങി. എനിക്കത് പൊട്ടിത്തുടങ്ങാൻ വേണ്ടി തന്നെയാണ് അവർ വിളിച്ചു വിട്ടതെന്ന് തോന്നുന്നു. ഷാനവാസാണ് പൊട്ടാനുണ്ടായ കാരണം റിയാസ് എന്തോ വലിയ ഗെയിം ചേഞ്ചിങ് മറ്റേ മൈൻഡ് ഗെയിം പരിപാടി കാണിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. റിയാസ് ജസ്റ്റ് രാവിലെ നീച്ചതല്ലേ. അപ്പോൾ ഈ ഹോട്ടൽ ടാസ്കിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് വന്ന ഗസ്റ്റ് ആ വീട്ടിലുള്ള ഗോസിപ്സോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളെ കുറിച്ചിട്ടോ പറയാൻ വേണ്ടി പറയും. അതൊരു സ്ഥിരം പാറ്റേണാണ് ഈ ഒരു ഹോട്ടൽ ടാസ്കിനിടയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അനീഷിനെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു ഒരു ഗോസിപ്പ് പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ്. ഗോസിപ്പ് നേരെ പോകുന്നത് ഷാനവാസ് നെവിൻ ആ സാധനത്തിലേക്കായിരുന്നു. അതിൽ റിയാസ് ക്യാഷ് ഇൻ ചെയ്തു, മനസ്സിലായി. അപ്പോഴാണ് റിയാസിൻ്റെ ആ ഒരു ഓർഗാനിക്കായിട്ട് തുടങ്ങിയ ഒരു പരിപാടി, പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഐറ്റം അല്ലെങ്കിൽ പോലും ഓർഗാനിക്കായിട്ട് വന്ന സാധനത്തിനിടയിൽ നൈസായിട്ട് എന്താ അതിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ അയാൾ ജോലിക്ക് വരാത്തത്, അനീഷ് വേണ്ട മറ്റേ ആൾ പണിയെടുക്കാമെന്ന് പറഞ്ഞ് ഷാനവാസിനെ ട്രിഗർ ചെയ്തു. അത് ട്രിഗറിങ് ആണ് റിയാസിൻ്റെ. ആ ട്രിഗറിങ്ങിൻ്റെ ഇരട്ടീൻ്റെ ട്രിഗറിങ് ആർക്ക് കൊടുത്ത്? റിയാസിന് ഷാനവാസ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ശരിക്കും ഷാനവാസ് ഇന്ന് കളിച്ച ഗെയിം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം അയാൾക്ക് കൃത്യമായ പോയിന്റുകളുണ്ട്. അയാൾ ഉപയോഗിച്ച ലാംഗ്വേജും അല്ലെങ്കിൽ ആ ഒരു അഗ്രഷനും അതിനോട് ഈ പറഞ്ഞ പോലെ യോജിക്കുന്നവർക്ക് യോജിക്കാം, യോജിക്കേണ്ടാത്തവർക്ക് യോജിക്കാതിരിക്കാം. കാരണം റിയാസ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ റിയാസിൻ്റേതായിട്ടുള്ള ഗെയിമിനെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. റിയാസിൻ്റെ ബോഡി ലാംഗ്വേജും റിയാസിൻ്റെ ആ ഒരു വേ ഓഫ് ടോക്കിങ്ങും അതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് വ്യൂവേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര മാസ് മൊമെൻ്റ് ആയിട്ടുണ്ടാവും. അത് റിയാസിനും റിയലൈസ് ചെയ്യാൻ പറ്റി. കാരണം വന്ന് കയറിയ ഗസ്റ്റിനെ എതിർത്ത് നിന്നാൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് മാരാര് ഇതേപോലെ ചെയ്തതാണ്. വന്ന് കയറിയ ഗസ്റ്റിനെതിരെ പോയിട്ട് അവിടെ മാസമായൊരു സംഗതി ഉണ്ട്. അപ്പോൾ റിയാസിന് ഓൾറെഡി ഈ സംഗതി തലയിലുള്ളതുകൊണ്ട് ഷാനവാസ് ആ ഒരു സ്ട്രാറ്റജി എടുത്തതാണോ എന്നുള്ളതും അവിടെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു റിയാസ്. പക്ഷേ അത് കൃത്യമായിട്ട് ഷാനവാസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അതായത് കാണുന്ന പ്രേക്ഷകർക്ക് വളരെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ഷാനവാസ് ആ ഹൈറ്റ് എടുത്തിട്ട് അടിച്ചു. കാരണം കൃത്യമായ പോയിൻ്റാണ്. രാവിലെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഒരാൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല, അയാളുടെ പ്രാഥമികമായ പരിപാടികൾ കാണിക്കുന്നു. അയാളെ ബാക്കി വർക്കിംഗ് ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അയാളെ പോയി പുഷ് ചെയ്ത് അയാളെ കൊണ്ട് ആ പണി എടുപ്പിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് ആര് മാറി? ജനറൽ മാനേജറും പിന്നെ ബാക്കി അസിസ്റ്റൻറ്റ് മാനേജേഴ്സൊക്കെ മാറി. അപ്പോൾ അയാളവിടെ കൃത്യമായി ടാസ്ക് കളിച്ചു. ആ ടാസ്കിന് ഒരു തെറ്റും ഞാൻ തോന്നുന്നില്ല. കാരണം വന്ന ഗസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്താൽ മതി. അല്ല വന്ന ഗസ്റ്റ് തലയിൽ കയറി നിരങ്ങേണ്ട ആവശ്യമില്ല. കാരണം വന്ന ഗസ്റ്റിന് വേണ്ടി ബാക്കിയുള്ള ലേബേഴ്സിനെ പണിയെടുപ്പിക്കേണ്ടത് അവിടുത്തെ മാനേജേഴ്സാണ്. അപ്പോൾ വന്ന ഗസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇവർക്ക് ഒന്നും പറയേണ്ട, അല്ലെങ്കിൽ വന്ന ഗസ്റ്റ് പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കേണ്ട കാര്യമൊന്നും അവിടെ ഈ വർക്കേഴ്സിനില്ല. പിന്നെ ഈ കിട്ടുന്ന സ്റ്റാർ കിട്ടാനും കോയിൻ കിട്ടാനും വേണ്ടിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിയും മുട്ടിയും നിൽക്കാം. അത് അയാൾ ചെയ്തതുമില്ല. അവിടെ കൃത്യമായി ഷാനവാസ് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷാനവാസിൻ്റേതായിട്ടുള്ളൊരു അഗ്രസീവ് ഫേസ് ഉണ്ടല്ലോ. ഷാനവാസിന് അഗ്രഷൻ വന്നു കഴിഞ്ഞാൽ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഒരാളെ മെക്കെട്ട് കയറും. അത് ഇന്നും നമുക്ക് വിസിബിൾ ആയിരുന്നു. കാരണം അക്ബറിനെ മെക്കെട്ട് കയറി, അത് കഴിഞ്ഞിട്ട് ഗിസേലിനെ മെക്കെട്ട് പോയി. ആ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ തന്നെ ഇയാളോട് പറഞ്ഞതാണ് കൺട്രോൾ ചെയ്യണം. അത് ഇയാൾ കൺട്രോൾ ചെയ്തിട്ടില്ല. എന്താണെങ്കിലും ഇയാളെ കൂടുതൽ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് റിയാസ് അവിടെ ബാക്കിയുള്ള സാധനങ്ങൾ വാരി വരച്ചിടലും ബെഡ് വലിച്ചെറിയലും അങ്ങനത്തെ പരിപാടി. അതായത് ഒന്ന് ട്രാക്ക് കയറി ഈ മീൻ ഇരട്ട് പിടിക്കണ പോലെ ഒന്ന് ഇരട്ടത് എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിലും ഇട്ട് വെച്ച ഒരു സാധനത്തേക്ക് ഷാനവാസ് വന്ന് കയറി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റിയാസ് കളി തുടങ്ങി. റിയാസ് നല്ല രീതിയിൽ എന്ത് ചെയ്ത് ആ സാധനത്തിൻ്റെ മുകളിൽ ക്യാഷും ചെയ്തു. മാക്സിമം ഷാനവാസിനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഷാനവാസും ഇങ്ങനെ ട്രിഗർ ചെയ്താൽ പൊട്ടുന്നൊരു ഐറ്റമാണ്. അതുകൊണ്ട് മാക്സിമം ഷാനവാസും ട്രിഗറായി. തീരെ റെസ്പെക്റ്റ് കൊടുക്കാതെ അല്ലെങ്കിൽ ആ ഒരു ഗസ്റ്റ് എന്നുള്ളതിനൊക്കെ കാര്യങ്ങൾ മാറി. പിന്നെ അതൊക്കെ പേഴ്സണൽ രീതിക്കൊക്കെ സാധനങ്ങളൊക്കെ പോയി. ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഷാനവാസ് അത് പേഴ്സണൽ രീതിക്കൊക്കെ കൊണ്ടുപോയി. റിയാസിനും കുറേയൊക്കെ അത് പേഴ്സണൽ രീതിയിൽ ഹിറ്റ് ചെയ്യുകയും ചെയ്തു. അത് റിയാസിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. റിയാസിനും അത് അത്യാവശ്യത്തിൽ കൂടുതൽ പേഴ്സണലി ആ സാധനം വന്നതുകൊണ്ടാണ് ലാസ്റ്റ് ഇറങ്ങി പോകാൻ നേരത്ത് ഒരു ഹഗ് പോലും
ഷാനവാസിനെ കൊടുക്കാതെ ഷാനവാസിൻ്റെ ഭാഗത്തേക്ക് നോക്കാതെ റിയാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഓക്കെ, പിന്നെ അതിനിടയിലാണ് ഈ നെവിൻ വന്നത്. ഇതിനിടയിൽ പിന്നെ ഈ സ്റ്റാർ കൊടുക്കലും ക്യാപ്റ്റൻസി സെലക്ഷനും ജയിൽ നോമിനേഷനും പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിനിടയിൽ യൂഷ്വലായിട്ട് നമ്മൾ കണ്ടുപോണ പരിപാടികൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാത്തത്. കാരണം ഈ എപ്പിസോഡിലെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസും ഷാനവാസും തമ്മിലുള്ളതല്ലാണല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയും അത് ഷാനവാസ് സ്കോർ ചെയ്ത ഐറ്റമാണ്. കാരണം റിയാസിന് അവിടെ ഒരു കണ്ടൻറ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ഓളം ഉണ്ടാക്കണം. അത് പക്ഷേ ഷാനവാസിന് കയ്യടി കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ റിയാസും ശോഭയും ഷിയാസും കയറിയപ്പോൾ ഉണ്ടായത് എന്താ അറിയോ, ഏറ്റവും താന്ന് നിന്ന ലക്ഷ്മി കയറി അടിച്ച് ഗോള്. ഷാനവാസ് വെറുതെ കൂടി പോയി ഷാനവാസിന് ഇവർ വോട്ട് ബാങ്കും കയ്യടിയും നേടിക്കൊടുത്ത്. അങ്ങനെ കുറേ ആളുകൾക്ക് ഇവർ കയറിയോണ്ട് മെച്ചമുണ്ടായി. ഇവർ കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം, കുറച്ചും കൂടി ക്രൂക്കഡായിട്ട്, കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യായിരുന്നു, ഇവരുടെ ഈ എക്സ്ട്രാ അടികൾ നിർത്താമായിരുന്നു. അല്ലെങ്കിൽ ഇവരുടെ ഒരു പൊങ്ങി വരവുണ്ട്. ഇപ്പം ലക്ഷ്മി നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒരൊറ്റ ടാസ്ക് കാരണം 0 to hero എന്നുള്ള രീതിയിലാണ് പൊന്തിയത്. അതേപോലെ ഷാനവാസ് ഇത്രയും ദിവസം ഡള്ളായിരുന്നു. ഈ ഒരൊറ്റ എപ്പിസോഡും ഇന്നത്തെ ലൈവും കാരണം ഷാനവാസും കയറി. മനസ്സിലായോ? ഷാനവാസിന് ഇരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നെവിൻ്റെ ആ ഒരു പറഞ്ഞ പരാമർശവും കാര്യങ്ങളും മാത്രമാണ്. അത് ഒന്നാമത് ആദിലപ്പത്തെ കട്ടപ്പയാണെന്നാണ് പറയുന്നത്. ഞാനും പല സ്ഥലങ്ങളിലായിട്ട്, പക്ഷേ ആദില ഗെയിം കളിച്ചുകൊണ്ടുള്ള കട്ടപ്പയാണ് കളിക്കുന്നത്. ബാക്കിയുള്ളൊരു സർവൈവൽ സാധനം വരുന്നെങ്കിൽ ഇത് സർവൈവലിനെ ഉപരി ഇതൊരു കൃത്യമായ ഗെയിമിലേക്ക് ആദിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ ടാസ്ക് ആണെങ്കിലും ഗെയിം കളിച്ചത് ആദില നല്ല രീതിയിൽ കളിച്ചു. ഇന്നാണ് ശരിക്കും ആദില റോളിൽ വന്നത്. അതവിടെ ഉള്ളവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആദിലനെ ക്യാപ്റ്റൻസിക്ക് അവർ പറയുമ്പോഴും പറഞ്ഞത് ആദില കളിച്ച ഗെയിം വൃത്തികെട്ട ഗെയിമാണെങ്കിലും അത് ആ ടാസ്കിന് വേണ്ടി കറക്റ്റ് സാധനമാണ്, കറക്റ്റ് മീറ്ററുള്ള സാധനമാണ് ആദില കളിച്ചത്. പക്ഷേ ആദില അനുമോക്കിട്ട് കൂട്ടുന്നുണ്ട്, അനുമോളുടെ കൂടെ പോയി നിൽക്കുന്നുണ്ട്. ആദില ഷാനവാസിനിട്ട് കൂട്ടുന്നുണ്ട്, ഷാനവാസിൻ്റെ ഒപ്പം പോയി നിൽക്കുന്നുണ്ട്. ആദില എനിക്ക് എന്തോ പുറത്തൊരു പൾസില്ലേ, ആ പൾസിനൊപ്പം പോകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആദില കുറച്ചും കൂടിയും നൂറ ഒന്നും കൂടി എന്താണ് തുറന്ന് കണ്ട് വെട്ടി തുറന്ന് പറയുന്നതാണെങ്കിൽ ആദില കുറച്ചും കൂടി ഒന്ന് വേറെന്തോ കുറച്ച് ക്രൂക്കഡ് ഗെയിം ഉപയോഗിച്ച് പോകുന്ന ഒരാളെ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഈ നെവിൻ്റെ ഇഷ്യൂയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പലർക്കും നമുക്കൊക്കെ ഉള്ളൊരു സംശയമാണ്, ഇതെപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു. കാരണം ഞാനും ഡൗട്ട്ഫുള്ളായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അഭിലാഷ് വന്നിട്ട് മറ്റേ ഇതിൻ്റെ സമയത്ത് നോമിനേഷൻ്റെ സമയത്ത് വന്ന് പറഞ്ഞിട്ട് നീ കോംബോനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ കോംബോനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ നിനക്ക് വിഷയമൊന്നും ഉണ്ടായത് നെവിനോട്. അത് ഇന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് ഇത് സംഭവിച്ചത് ഇവൻ പുറത്തു പോയി തിരിച്ച് വന്നതിന് ശേഷമാണ്. ഓക്കെ, പുറത്തു പോയി തിരിച്ച് വന്നതിന് ശേഷം. ആൻഡ് ഇവിടെ നമ്മുടെ ഷാനവാസ് ഇന്നലെ ഷിയാസിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇതിൽ കിട്ടും. നമ്മളിങ്ങനെ തൊട്ട് ഒരു പരിധി വരെ ഓക്കെ, പരിധി ലംഘിക്കേണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതായത് എനിക്കിഷ്ടമല്ല, ഈ പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല, കൈയെടുത്തോ തൊട്ടിക്കോ. ഒരു പ്രാവശ്യം കൈന്ന് വരെ അടിച്ച ഞാൻ എടുക്കട കൈന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഞാൻ ഇവന്മാരോട് ഷെയർ ചെയ്താണ് പല പ്രാവശ്യം ഇവന്മാരോട് ഷെയർ ചെയ്താ. ഇത്രയും മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ബെഡിലോട്ട് കിടക്കാൻ വന്നു, ഞാനിവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ചാടി അഭിലാഷിന്റെ ബെഡിൽ പോയി കിടന്നു. അന്ന് 2 ദിവസം പിണങ്ങി കിടന്നു. പിന്നെ ഞാൻ പിന്നെ അവിടുത്തെ എൻ്റെ ബെഡിൽ പോയി കിടന്നു. മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ പുറത്തു പോയിരിക്കുന്നു പോലും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു കോൺവെർസേഷൻ. ഈ കോൺവെർസേഷനിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. അതായത് ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തോ ഒരു സംഗതി കൺവേ ചെയ്യാനുണ്ട്. നമ്മളാരും പക്ഷെ അത് കണ്ടിട്ടില്ല. പിന്നെ അവിടെ വേറെ ആരും അത് കണ്ടിട്ടില്ല. പക്ഷെ ഷാനവാസ് അത് അവരോട് കൺവേ ചെയ്തിട്ടുണ്ട്. ഇവൻ ഈ വന്ന്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ നെവിൻ പൊതുവെ അങ്ങനെയാണ്. നമുക്ക് ആ വീടിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം. ഗിസൈലിനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും എല്ലാവരോടും ആ ഒരു സംഗതിയാണ്. അവന് ദേഹത്തേക്ക് കുറച്ചും കൂടി ഓടിക്കയറി. അത് നമ്മളുടെ ഈ നാട്ടിലൊക്കെ കാണാൻ പറ്റും. ചിലരുണ്ടാവും, നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഒരു കഥയും ഉണ്ടാവില്ല. ആണാ പെണ്ണ ആരാ എന്താണെന്നൊന്നും നോക്കില്ല. ഒരാളുടെ പ്രൈവസി ആണെന്നോ പേഴ്സണൽ സ്പേസ് ആണെന്നൊന്നുമില്ല. ഓടിക്കയറി വന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ മേത്തുകൂടി ചാരി പിടിച്ച് പോകുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ ഒരു മാനറിസം ഷാനവാസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണോ അതോ വെരി സീരിയസ് ആയിട്ട്? ഓക്കെ, ഇപ്പോൾ ഞാൻ പല വീഡിയോസിൽ പല ആളുടെയും വേർഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ദേഹത്തെ എവിടെ പിടിച്ചാലാണ് അയാൾക്കതൊരു മോശമായ പിടുത്തമായിട്ട് തോന്നുന്നത്, ഒരാണിൻ്റെ ദേഹത്ത് എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അൺടിൽ അൺലെസ് നമ്മളെവിടെ ഇത് കണ്ടിട്ടില്ല. ഷാനവാസ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഷാനവാസ് പറയുന്നില്ല ഹീസ് വെയിറ്റിംഗ് ഫോർ ലാലേട്ടൻ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
പിന്നെ ഇതൊരു ചില്ലറ അലിഗേഷനും അല്ല. കാരണം നെവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ബാധിക്കുന്ന രീതിയിലുള്ളൊരു ഐറ്റമാണിത്. ഓക്കെ, കംപ്ലീറ്റ്ലി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഐറ്റം. ആൻഡ് ആ എൻറ്റയർ വീട്ടിൽ എല്ലാവരും, ഇപ്പോൾ ഈ ലക്ഷ്മി അടക്കം, ലക്ഷ്മി നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ വട്ടം മസ്താനി ഈ ഒനിയിൽ സീനിനകത്ത് കണ്ടിട്ട് പോലും ഇല്ല, എന്നിട്ട് കേട്ട വാതി കേൾക്കാത്ത വാതി ചാടി ഇറങ്ങി. ആ ലക്ഷ്മിക്ക് അടക്കം ആ കൊട്ടി കിട്ടിയതിന് ശേഷം ലക്ഷ്മി ഇവിടെ എന്ത് ചെയ്തു, നേരെ ഉൾട്ടയാണ് നിൽക്കുന്നത്. ഓക്കെ, നെവിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്, ഷാനവാസിൻ്റെ എതിരാണ്. അതിനിടയിൽ ലക്ഷ്മിൻ്റെ വേറൊരു കോമഡി ഉണ്ടായിരുന്നു. ലക്ഷ്മി വന്ന് ഭക്ഷണം കഴിക്കില്ല, ഇതിലൊരു തീരുമാനമില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഐറ്റം. പിന്നെ ഈ പറഞ്ഞ ഇവനെ ഷാനവാസിനെ ഡിസ്മിസ് ചെയ്തു, ആരോടും ചോദിക്കാതെ 36 ഡിസ്മിസ് ചെയ്തു. അതൊക്കെ ഷാനവാസിന് സ്കോർ ചെയ്ത ഐറ്റങ്ങളാണ്. ഈ ഭക്ഷണം കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ലക്ഷ്മിൻ്റെ അപ്പുറത്ത് പോയിരുന്നു ഫുള്ള് ഫുഡ് അടി ചെയ്തു. അപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പിന്നെ അനീഷിൻ്റെ ബുദ്ധിയും കാഞ്ഞ വിളവാണ്. അനീഷ് ഇതിനിടെ പറയുന്നത് ലാലേട്ടൻ വന്നിട്ടേ ലാലേട്ടൻ എന്താ പറയുന്നത് പോട്ടെ, എന്നിട്ട് നിന്നോട് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടതെന്നുള്ളത്. സംഗതി ഫ്രണ്ടിൻ്റെ ഒപ്പം നിൽക്കണം, ഫ്രണ്ടിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തത്രപ്പാടുകളും ചെയ്യുന്നുണ്ടെങ്കിലും അയാളൊരു സ്പേസ് ഇട്ട് 1-2 സംഗതികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇനി എങ്ങാനും ഷാനവാസിന് ഇത് ഉൾട്ടയായ ഷാനവാസ് നെഗ്ഗാണ് പോണതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പിച്ചോ അടുത്ത ആഴ്ച മുതൽ യു ആർ നോട്ട് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി ചങ്ങായി അനീഷ്. ഷാനവാസ് കളിക്കുന്ന ഗെയിമിന് അനീഷ് കളിക്കുന്ന ഗെയിം കറക്റ്റാണ്. കാരണം ഷാനവാസ് അനീഷിനായിട്ടൊരു കോമ്പോ ഉണ്ടാക്കി, അവിടെ സേഫായി. ഇപ്പുറത്ത് ആദിലാനോറേനായിട്ടൊരു സാധനം പിടിച്ചു, അവിടെ ഒരു ഏട്ടൻ ഇമേജിൽ അവിടെ. ഇപ്പുറത്തെ അനുമോളായിട്ട് അനുമോൾക്ക് വേറൊരു ഏട്ടൻ ഇമേജിൽ അപ്പുറത്ത്. ഇന്നിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അനുമോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റീവ് ആവുന്നുണ്ട് ഷാനവാസിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഷാനവാസ് ഉണ്ടാക്കിയെടുത്തൊരു സ്പേസാണ് ഇതോടെ. അതായത് ഒരു മേജർ വോട്ട് ബാങ്കിനുമായിട്ടൊക്കെ എന്തായി ഒരു അലയൻസിൽ. ഈവൻ അക്ബറുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അക്ബറിനായിട്ട് ഒരു ഇതില്ല. ഇപ്പം ഇനി അക്ബറും ഇയാളെ ചാടിക്കറി അടിക്കില്ല. അപ്പോൾ ഇയാൾക്ക് ഇനി എന്ത് ചെയ്യാം, അക്ബറിനായിട്ടുള്ള അടിയില്ല, അനീഷായിട്ടുള്ള അടിയില്ല, ആദിനാനോറയായിട്ടില്ല, അനുമോളായിട്ടില്ല. പിന്നെ ആ വീട്ടിൽ ആകെ ബാക്കിയുള്ളത് ഈ നെവിന്, റന ഫാത്തിമ, ഒനീൽ, അഭിലാഷ്, പിന്നെ ഗിസൈൽ, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബിന്നി, ഇവരൊക്കെ ഇയാൾക്ക് അടിച്ചടിച്ചിടാൻ പറ്റും. കാരണം ഇയാളുടെ ഒരു അഗ്രഷനും ഇയാളുടെ ഒരു വേ ഓഫ് ആ ഒരു എന്താ പറയുക, ഒരു സ്ട്രീറ്റ് സ്മാർട്ട് സാധനം ഉണ്ടല്ലോ, പക്ക മലപ്പുറം ഭാഷ ഇജ്ജ് ഏതാണെന്ന് ആ സാധനത്തിന് മുകളിൽ അടിച്ചിട്ട് പോകാൻ പറ്റും ഇയാൾക്ക് അവരൊക്കെ. അതാണ് അത് ഷാനവാസിന് നല്ല ബുദ്ധിയാണ്, ശരിക്കും നല്ല കുറുക്കം ബുദ്ധിയാണ് ഷാനവാസിൻ്റെ ആ ഐറ്റം. ആ ഗെയിമിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു ഗെയിം ഇപ്പോൾ ഞാൻ കാണുന്നത് അനീഷിൻ്റെയാണ്. അനീഷ് അതുകൊണ്ടാണ് പല സാഹചര്യത്തിലും ഷാനവാസിൻ്റെ സാധനത്തിൽ നിന്ന് നൈസായിട്ട് എന്ത് ചെയ്യുന്നത്, ലാലേട്ടൻ വന്ന് പറഞ്ഞാൽ എന്നുള്ളൊരു ഐറ്റം എടുത്തിട്ട് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഷാനവാസിന് ഒരു ഭീകരമായിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും സാറ്റർഡേ സൺഡേ ലാലേട്ടൻ വരുമ്പോൾ പറയാനുള്ളത്. അതിൻ്റെ ഏത് രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും, അത് എങ്ങനെ പോകും, അത് എങ്ങനെ ചാനൽ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. കാരണം ഷാനവാസ് അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. ഷാനവാസ് അങ്ങനെ പറയാതിരിക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല. ഓക്കെ, ഇപ്പോൾ ആര്യൻ ഗിസൈലിൻ്റെ ഇഷ്യൂലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒനീൽ മസ്താനിയുടെ ഇഷ്യൂവിൽ അവർ വിഷ്വൽസ് കാണിച്ചു. ആര്യൻ നമ്മുടെ ഗിസൈൽ ഇഷ്യൂവിൽ പിന്നെ വിഷ്വൽസ് അവർ കണ്ടിട്ടില്ല, അതിനകത്തൊന്നുമില്ല, പിന്നെ എന്ത് പറയുന്നു എന്നുള്ള ചോദ്യം വന്നു. ഇത് ഏത് ടൈം ഫ്രെയിമിലാണ് എപ്പോഴാണെന്നുള്ളത് ലാലേട്ടന് ഇനി ഇയാൾ പറഞ്ഞു കൊടുക്കുമോ, ഏത് ദിവസം ഇന്ന് രാത്രി എന്നുള്ളതോ ഇനി ആ ടൈം എപ്പോഴാണെന്ന് പറഞ്ഞു കൊടുക്കുമോ നമുക്കറിയില്ല. ഓക്കെ, എപ്പോഴായിരുന്നു ആ ബെഡ് ടൈം, ഏത് സമയത്താണ് സംഭവിച്ചത്, അത് കഴിഞ്ഞതിന് ശേഷം ഇമീഡിയറ്റ്ലി ഷാനവാസ് ഇങ്ങനെ തട്ടി വിടുന്ന ആ വിഷ്വൽസ് ഉണ്ടോ? കാരണം ഉണ്ടെങ്കിൽ അത് കേൾക്കും, മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ സൗണ്ട് വരും, മനസ്സിലായോ? പിന്നെ ബാക്കിയുള്ളവരോട് പോയി സംസാരിക്കുന്ന സാധനങ്ങളും വരും. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു ഞാൻ പറഞ്ഞ ഹോട്ടൽ ടാസ്ക് നടക്കുന്നത് കൊണ്ടാണ് ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇത് കത്താതെ പോയത്. പക്ഷേ ഇതിനിടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ സാധനം കത്തുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് തന്നെ ഇരിക്കും. സാറ്റർഡേ സൺഡേ ലാലേട്ടൻ വരുമ്പോൾ ഈ സംഗതി കൂടുതലായിട്ട് നമുക്ക് കാണാം, കേൾക്കാം. ബാക്കിയൊന്നും ആരും ഇവിടെ റിവീൽ ചെയ്തില്ല. പുറത്ത് വന്ന പ്രവീണാണെങ്കിലും പറഞ്ഞു, പിന്നെ അത് മാറ്റി പറയേണ്ട ഒരു അവസ്ഥയൊക്കെയായിരുന്നു കാര്യങ്ങൾ പോയത്. പിന്നെ ജയിൽ നോമിനേഷൻ്റെ ഭാഗമായിട്ട് റന ഫാത്തിമ ഇന്ന് ജയിലിലേക്കാണ്. ജയിൽ നോമിനേഷൻ റന ഫാത്തിമ ഞാൻ ഡിസേർവിങ് ആണ് റന. കാരണം റന അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. വയറ്റിൽ ഗർഭവും വെച്ച് നടന്നിട്ട് എന്തൊക്കെയോ അലമ്പ് കളിച്ചിട്ടാണ് റന ഈ ടാസ്ക് തന്നെ കൊണ്ടുപോയിട്ടുള്ളത്. സാബുമാൻ എന്താണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ആ ചെയ്ത കാര്യം വേറെ അലമ്പിനൊന്നും വരാതെ അവിടെ നിന്ന് ചെയ്തുകൊണ്ട് പുറത്തും അകത്തും ഒക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് സാബുമാൻ. ഈ സ്പേസിൻ്റെ മുകളിൽ സാബുമാനെ ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്, ഒരു നല്ല കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ മേജറായിട്ട് ഇന്ന് നടന്ന ഹാപ്പനിങ്സ് റിയാസിൻ്റെ തന്നെയാണ്. മേജർ കോണ്ടൻ്റൊക്കെ റിയാസ് കൊടുത്തിട്ട് പോയ ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ നെവിൻ ഇപ്പം ഈ പറഞ്ഞ പോലെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി എപ്പിസോഡ് നെവിൻ പിന്നീനോട് ഇരുന്നിട്ട് നെവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ആദില നോറയുടെ ആ ഒരു സംഗതി അവരിൽ നിന്ന് തുടങ്ങിയതാണ്, പിന്നെ അത് മാറിപ്പോയി. പിന്നെ ലക്ഷ്മീൻ്റെ ബർത്ത്ഡേന് കേക്ക് വന്നു, അവർ കേക്ക് മുറിച്ചു, കാര്യങ്ങൾ നോക്കി പറഞ്ഞിട്ട് പോയി.
സോ അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. എന്താണെങ്കിലും ലൈവ് ഇന്നൊരു റിയാസ് ഇറങ്ങുന്നത് വരെയൊക്കെ ലൈവ് സെറ്റാണ്. ഓക്കെ, റിയാസ് ഇറങ്ങിയതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് ഒന്നും ലൈവിൽ നടക്കാത്തൊരവസ്ഥയാണ്. കാരണം ഇവർ ഒക്കെ എക്സോസ്റ്റഡ് ആൻഡ് ടയേർഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സംഗതി ലൈവിലില്ല. അത് നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. റിയാസ് ഇറങ്ങിപ്പോയതിനു ശേഷം പിന്നെ കാണിക്കുന്ന വിഷ്വൽസൊക്കെ രാത്രിക്ക് ആകെ ഈ നെവിനും ബിന്നിയും തമ്മിലുള്ള സംസാരവും പിന്നെ കേക്ക് വന്നതും മാത്രമാണ്. വേറെ ഒന്നും ലൈവിനകത്ത് പ്രത്യേകിച്ച് നടന്നതായിട്ടില്ലാത്തത് കൊണ്ടാണ്. കാരണം ഞാൻ കണ്ടത് വരെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ വേറെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല എന്നും അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും കാണിക്കാത്തത്. ഓക്കെ, അത് കാണിക്കാതെ അങ്ങനെ വിട്ടു. അപ്പം ഇനി എന്തായാലും നാളെ ഇതിൻ്റെ ബാക്കി, ഈ അടിയുടെ ബാക്കി, ഈ നെവിൻ ഷാനവാസ് അടിയുടെ ബാക്കി നാളെ എന്താവും എന്നുള്ളത് എനിക്ക് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യും. കാരണം ഇത് ഏത് ഗ്രാവിറ്റിയിലുള്ള ഐറ്റമാണ്, ഇത് ഏത് രീതിയിലാണ് വീട് നിൽക്കുന്നത് എന്നുള്ളത്, വീട് എങ്ങനെ ഇത് സ്പ്ലിറ്റ് ആവും ഇതിനകത്ത് എന്നുള്ളത് നോക്കണം. കാരണം ഇത്രയും കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ പറയുമ്പോൾ എപ്പോഴും ലാലേട്ടൻ വന്നിട്ട് ആരാണോ അലിഗേഷൻ ഉന്നയിച്ചത്, ആർക്കെതിരെയാണോ ഉന്നയിച്ചത്, എതിരെ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും സപ്പോർട്ടീവായുള്ളൊരു കാര്യം, ഉന്നയിച്ച ആൾക്ക് ശരിക്കും പണി കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഷാനവാസിന് ഇപ്രാവശ്യം പണി കിട്ടുമോ, അതോ ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ അവരുടെ വിഷ്വൽസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്താണെങ്കിലും അറിയണം. ഇനി അല്ല ഇതിൻ്റെ പേരിൽ ഇനിയും നാളെ അടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ടോ? കാരണം നെവിനാണ് ഉണ്ടായിരിക്കില്ല, ഷാനവാസിൻ്റെ വായും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ വന്നിട്ട് ഈ സാധനം അടിയിലേക്ക് പോകും. പിന്നെ ഷാനവാസിൻ്റെ അഗ്രഷൻ നമ്മൾ കണ്ടതാണ്. ഷാനവാസ് ചുമ്മാ മേത്ത് കയറും. നെവിൻ്റെ അഗ്രഷനും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. തരിച്ച് നെവിനും പോകുന്നുണ്ട്. രണ്ടുപേരും കൂടി വന്നതിന് രണ്ടും കൂടി തമ്മിൽ അടിക്കുമെന്നുള്ളതും ഒരു പിടുത്തമല്ല. പിന്നെ ഇയാൾക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂ ഉള്ള മനുഷ്യനാണ് ഈ ഷാനവാസ്. ഈ ചാടിക്കയറി എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഇത് കൂടി വല്ല പൾസും കൂടി ഹാർട്ട് ബീറ്റും കൂടി ആകെ സീനായ അങ്ങനെയാവാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് ഇനി ബാക്കി.